വയനാട്ടിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വി.ഡി. സതീശൻ അവിടെയല്ലേ ഉള്ളത്? അദ്ദേഹം എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? എന്താണ് വിവരം? കോൺഗ്രസ് ക്യാമ്പുകളിലൊക്കെ തന്നെ ഈ വിവരം പുറത്തു വന്നിട്ടുണ്ടോ? മുഖ്യമന്ത്രി ഈ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ഒരുപക്ഷെ അത് വലിയൊരു തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പറയൂ വിവരങ്ങൾ. SKN ഈ വി.ഡി. സതീശനെതിരെ കോൺഗ്രസ് ഈ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത വിവരം ഇവിടെ കോൺഗ്രസ് ക്യാമ്പിൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇവിടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായ കൊടിക്കുന്നിൽ സുരേഷ് MP ചേരുന്നുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? എത്ര ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിച്ചാലും വി.ഡി. സതീശനും പേടിക്കത്തില്ല, കോൺഗ്രസ് പാർട്ടി പേടിക്കാൻ പോകുന്നില്ല. കാരണം പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഓരോ ഘട്ടത്തിലും അവർ അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ആന്റണി രാജുവിനെതിരായി വന്ന വിഷയമുണ്ടല്ലോ, കോടതിയിൽ ആന്റണി രാജുവിനെതിരായിട്ട് വന്ന അതിലും ഗവൺമെൻറ് വല്ലാത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രതിരോധത്തിൻ്റെ ഏറ്റവും വലിയ പടുകുഴിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഇത് ഈ ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് കേസെടുക്കുക, മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുക്കുക, ഇതൊക്കെ സോണിയാഗാന്ധിക്കെതിരായി പ്രചരണം നടത്തുക, ഇതൊക്കെ തന്നെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുന്ന തീരുമാനങ്ങളാണ്. പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ജനവിശ്വാസം നഷ്ടപ്പെട്ട ഗവൺമെൻറ്റാണ്. സാങ്കേതികമായി പറഞ്ഞാൽ ഈ ഗവൺമെൻറ് ഒരു കെയർ ടേക്കർ ഗവൺമെൻറ് പോലെ മുന്നോട്ട് പോകുന്നു. 2 മാസത്തേക്ക് ഒരു കെയർ ടേക്കർ ഗവൺമെൻറ് പോലെ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ് ഇപ്പോൾ എടുക്കുന്ന ഒരു തീരുമാനവും ജനങ്ങൾ അംഗീകരിക്കുന്ന തീരുമാനമല്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ എത്രയോ കാലമായി ഉന്നയിച്ച് എന്തുകൊണ്ട് ഇതിനു മുമ്പ് കേസെടുത്തില്ല, എന്തുകൊണ്ട് CBIക്ക് ശുപാർശ ചെയ്തില്ല, പുനർജന്യമായി വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പോൾ CBI അന്വേഷിക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പോൾ കേന്ദ്ര ഏജൻസി വേണ്ട എന്ന് പറയുന്നവർക്ക് ഇപ്പോൾ കേന്ദ്ര ഏജൻസി വേണമോ? പ്രതിപക്ഷ നേതാവിൻ്റെ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസി വേണമോ? കേന്ദ്ര ഏജൻസി വേണ്ട. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് മികച്ച പോലീസ് ടീമുണ്ട്, വിജിലൻസ് ടീമുണ്ട്, SIT ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് CBI അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളിയവർ ഇപ്പോൾ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്നിട്ട് ഇവിടെ അന്തർധാര ഒരു പാലം ഉണ്ടല്ലോ. ആരാണ് ഈ പാലം? പിണറായി വിജയനും മോദിയും തമ്മിലുള്ളൊരു അന്തർധാര ഉണ്ടല്ലോ. BJPയും CPM തമ്മിലുള്ള അന്തർധാര. ആ അന്തർധാരയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു അന്വേഷണം ഇപ്പോൾ CBIക്ക് വിടാൻ വേണ്ടി തീരുമാനിച്ചതെന്ന് അറിയുന്നു. അതൊന്നും ഞങ്ങൾ പേടിക്കത്തില്ല, ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. പ്രതിപക്ഷ നേതാവിനെ അങ്ങനെ വിരട്ടാനൊന്നും നോക്കണ്ട. പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടുകൾ ശക്തമാണ്, കരുത്തുറ്റതാണ്. അതിൽ ഉറച്ചു നിൽക്കുന്ന നേതാവാണ് പ്രതിപക്ഷ നേതാവ്. നന്ദി സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നത് ഇതൊരു വിരട്ടലാണ് ഇലക്ഷൻ കാലത്തെ. ഇത് മാൻഡേറ്റ് നഷ്ടപ്പെട്ട ഒരു സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിൽ തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ലെന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.